ഹായ് എവരി വൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഈ സെൻറ്റൻസ് എല്ലാം നോക്കൂ. നീ എപ്പോഴെങ്കിലും സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അധ്യാപികയാണവർ. ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കില്ല. ഭക്ഷണം എപ്പോഴത്തെയും പോലെ നല്ലതായിരുന്നു. ഇങ്ങനെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഈ സെൻറ്റൻസസ് എല്ലാം എവർ ഉപയോഗിച്ച് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം പ്രാക്ടീസും ചെയ്യാം. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുമ്പായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1 in your list is Have you ever been to Singapore? നീ എപ്പോഴെങ്കിലും സിംഗപ്പൂരിൽ പോയിട്ടുണ്ടോ? ഇവിടെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ എവർ ഉപയോഗിച്ച് ചോദിക്കാം. Have you ever been to Singapore? Have you ever been to Singapore? Please repeat. Have you ever been to Singapore? Number 2 in your list is Nothing ever happened. ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. Nothing ever happened. Nothing ever happened. Nothing ever happened. Number 3 in our list is She is the best teacher I have ever seen. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അധ്യാപികയാണവർ. എന്നാൽ എനിക്ക് കിട്ടിയതിൽ വെച്ച് മികച്ച അധ്യാപികയാണവർ എന്നാണ് പറയുന്നതെങ്കിൽ ഐ ഹാവ് എവർ സീൻ എന്നതിന് പകരം ഐ ഹാവ് എവർ ഹാഡ് എന്ന് പറയാം. ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച അധ്യാപികയാണ് അവർ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷീ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഐ ഹാവ് എവർ സീൻ. ഷീ ഈസ് ദ ബെസ്റ്റ് ടീച്ചർ ഐ ഹാവ് എവർ സീൻ. Please repeat. She is the best teacher I have ever seen. Number 4 in your list is If you ever go to KFC. നീ എപ്പോഴെങ്കിലും KFCയിൽ പോവുകയാണെങ്കിൽ You must try that chicken. അവരുടെ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് കഴിച്ചു നോക്കണം എന്നാണ്. If you ever go to KFC, you must try their chicken. If you ever go to KFC, you must try their chicken. If you ever go to KFC, you must try their chicken. If you ever go to KFC, you must try their chicken. Number 5 in our list is This is the best coffee I have ever had. ഇതാണ് ഞാൻ കുടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കോഫി. This is the best coffee I have ever had. This is the best coffee I have ever had. Number 6 in our list is I will never ever talk to you. ഞാൻ നിന്നോട് ഒരിക്കലും സംസാരിക്കില്ല. I will never ever talk to you. I will never ever talk to you. ഞാൻ നിന്നോട് ഒരിക്കലും സംസാരിക്കില്ല. I will never ever talk to you. Number 7 in our list is I went to the restaurant. The food was good as ever. ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. I went to the restaurant. The food was good as ever. ഭക്ഷണം എപ്പോഴത്തെയും പോലെ നല്ലതായിരുന്നു. I went to the restaurant. The food was good as ever. I went to the restaurant. The food was good as ever. Number 8 in our list is None of your friends have ever helped me. നിന്റെ സുഹൃത്തുക്കൾ ആരും എന്നെ സഹായിച്ചിട്ടില്ല. None of your friends have ever helped me. None of your friends have ever helped me. നിന്റെ സുഹൃത്തുക്കൾ ആരും എന്നെ സഹായിച്ചിട്ടില്ല. Number 9 in our list is Don't ever say that to me. അങ്ങനെ ഒരിക്കലും എന്നോട് പറയരുത്. Don't ever say that to me. Don't ever say that to me. The last and final one is This is the best biryani I have ever tasted. ഇതുവരെ ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ബിരിയാണി ഇതാണ്. This is the best biryani I have ever tasted.
ദിസ് ഈസ് ദ ബെസ്റ്റ് ബിരിയാണി ഐ ഹാവ് എവർ ടേസ്റ്റഡ്. അപ്പോൾ ഈ വീഡിയോയിലുള്ള എല്ലാ സെൻറ്റൻസസും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ എവർ ഉപയോഗിച്ച് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ വളരെ ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിയും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് English with Joy YouTube channel. Thank you.